ക്യൂരിയോസിറ്റിയാണ്. പഴയതുപോലെ തന്നെ സ്നോഫോൾ, ചെറുതായിട്ട് സ്നോ പെയ്യുന്നുണ്ട്. ഫേസിൽ സിറം ഇടാറുണ്ട് രാവിലെ ഇടുന്നത് നല്ലതാണ്. മക്കളെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, എന്നിട്ട് അവർ വിളിക്കാറ്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കൊടുക്കാറ് യൂഷ്വലി. ഇതിപ്പോൾ മുസ്തിക്കയുടെ ഓട്സ് ആണ്. മുസ്തിക്ക എന്ന് പറയുമ്പം ഫിനിഷിൽ ബ്ലൂബെറി എന്നാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ ഹോട്ട് മിൽക്ക് എടുത്തിട്ട് അതിൽ ആഡ് ചെയ്താൽ മതി. ഇത് അതിൽ നിന്നുള്ളൊരു പാക്കറ്റാണ്. ഇത് പൊട്ടിച്ചൊഴിക്കും, എന്നിട്ട് മിൽക്ക് ഒഴിച്ച് ഷുഗറിന് വേണ്ടിയിട്ട് നമ്മൾ ഹണി അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പാണ് കൊടുക്കാറ്. ഇതായിരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി വരിക. ഇതിൽ ഞാൻ വേണമെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തരാം. ഞാൻ ജസ്റ്റ് അവർക്ക് ബനാനാണ് ഇഷ്ടം, അങ്ങനെ അതിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കുടിക്കാം, നല്ല ടേസ്റ്റാണ്. അഫ്രീ, ആദി, മേക്കപ്പ്. എനിക്ക് സ്കൂളിൽ പോകാൻ നേരമായി. അടുക്കട്ടാ, രണ്ടുപേർക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര പാടാണ്. അഫ്രീ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി, സോക്സൊക്കെ ഇടുവാണ്. 2 ലെയർ അല്ലെങ്കിൽ 3 ലെയർ ഇട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ സ്കൂളിൽ. ഇവർ അടിയിൽ ഇട്ടിട്ടുണ്ട് 2 ലെയർ. നല്ല തണുപ്പാണ്. എന്താ കുട്ടാ? കുറച്ച് കഴിക്കാണോ? അതെന്താ രാവിലെ എണീറ്റ് അതുകുട്ടന് ഭയങ്കര പാടാണല്ലോ. ഭയങ്കര പാടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാണ്, ബ്രെയിൻ ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. ആദ്യക്കും അഫ്രിക്കും പോകാൻ സമയമായി. റെഡി ആവാണ്. ഒന്നും കൂടെ ഇട്ടോ, തണുപ്പുണ്ട്. 2 ഗ്ലാസ് ഇടണോ? ഇവർക്ക് സ്കൂളിൽ ഫുഡൊന്നും കൊടുത്തുവിടേണ്ട ആവശ്യമില്ല. ഫുഡ്, സ്നാക്സ് അതെല്ലാം സ്കൂളിൽ നിന്ന് കിട്ടും. സ്നാക്സ് ഒന്നും കിട്ടൂല. സ്നാക്സ് സ്കൂളിൽ വിടാൻ നേരത്തെ കിട്ടും. അത് സ്കൂളിൽ വിടാൻ നേരത്തെ എനിക്ക് മാത്രമേ. നിങ്ങൾക്ക് ആഫ്രിക്ക മാത്രോ? അതാരാ വരുന്നത്? അത് മറ്റേ ലജ്ജ വയ്ക്കുന്ന സ്ഥലത്താണ്. അവിടെ പോയി ഇരുന്ന് കിട്ടും. ഇവർക്ക് സ്കൂളിൽ നിന്നാണ് ലഞ്ച്. അതുകൊണ്ട് ജസ്റ്റ് രാവിലെ ഒരുങ്ങി അങ്ങ് പോയാൽ മതി. നേരത്തെ വിളിക്കാം, ഒരാളോടാണ് നേരത്തെ അവിടെ കയറാൻ പറ്റാത്ത. ഇഷ്ടപ്പെട്ടത് ശരിക്കും എന്താ ഇഷ്ടപ്പെട്ടു? മരം, ക്രിസ്മസ് ട്രീ. അത് ഗ്ലിറ്ററിങ് സ്നോ. ബാബു ആകാശത്തിന് മക്കളെയൊക്കെ വിട്ടതിന് ശേഷമാണ് ഞാനൊന്ന് ഫ്രീ ആയിട്ടിരിക്കാറ്. വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ പുറത്തെ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. അത് തന്നെയാണ് ഡെയിലി. കുറച്ച് നേരം ഇക്കാതായിട്ടുള്ള ലോകത്താണ്. ചെടിയുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് നേരം. നല്ല വെട്ടമുണ്ട്. ചെടിയൊക്കെ വെള്ളം കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പോലും വെള്ളം കുടിക്കുന്നതല്ലേ. അത് നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡിന്റെ മണം അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലും വീട്ടിനുള്ളിലൊക്കെ നിൽക്കുക. അപ്പോൾ എപ്പോഴും കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് നേരം വിൻഡോ തുറന്നു തന്നത്. ഈ -15 ഡിഗ്രിയിലൊക്കെ വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ ചെടികളെല്ലാം വാടിപ്പോയായിരുന്നു. നമ്മൾ വിചാരിച്ച് പോയി, എല്ലാം പോയിരുന്നു. കുറച്ച് നേരം പിന്നെ ചൂടത്തൊക്കെ എടുത്ത് വെച്ചാണ് അവരൊന്ന് ശരിയാക്കി എടുത്തത്. കോഫി ഉണ്ടാക്കാൻ അറിയില്ല, കോഫി മെഷീനിൽ ഇക്കയാണ് ഉണ്ടാക്കുന്നത്. കോഫി, ഫിനിഷ് കോഫി ഉണ്ടാക്കൂ. ഇക്ക ഡെയിലി എനിക്ക് ഒരു കോഫി ഇട്ട് തരും. എനിക്ക് കോഫി ഇടാൻ പോവാണ്. നാട്ടിലായിരുന്നപ്പോ നീയല്ലേ
എനിക്കാവില്ലല്ലോ. ജസ്റ്റ് എൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ചെയ്ത് കൊടുത്ത ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡി. കോഫി ഒഴിക്കുക, ദെൻ പാലൊഴിക്കുക. ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ട് മിൽക്ക് ഒഴിക്കും. ഒഴിക്കാറില്ല ചില സമയത്ത്. സ്ട്രോങ് ആയിട്ട് തന്നെ കണ്ട് കളർ കണ്ടോ, ഡാർക്ക്. ലൈറ്റൊക്കെ ഒന്ന് തുറക്കുക. എന്താ പുറത്ത് നടക്കണമെന്ന് കാണണ്ടേ? കുറച്ച് സ്നോഫോൾ ഉള്ള സൺലൈറ്റ് നോക്ക്, ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ. ചെറിയൊരു സ്നോഫോൾ ഉള്ളതുകൊണ്ട് കൊള്ളാല്ലേ. രാവിലെ കോഫിയൊക്കെ കുടിക്കുമ്പോൾ കുറച്ച് പരദൂഷണമൊക്കെ പറയാനെങ്കിലും വേണമല്ലോ. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വിളിക്കുന്നത് എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്ററായിട്ട് കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കോഫിക്ക് ഒരു പ്രത്യേക രുചിയാണ്. നാട്ടിലൊക്കെ നമ്മൾ എന്തല്ലേ അമ്മമാരുണ്ടാക്കി തരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് കഴിക്കാറ്. ഇവിടെ കുറച്ചുകൂടെ ഈസി അവൈലബിലിറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത്. അതിനായിട്ട് ഒരുപാട് സമയം മെനക്കെടുത്താറില്ല. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറേ ബെറീസ് ഉണ്ട്. ബ്ലൂബെറി, ലിംഗം ബെറി, സ്ട്രോബെറി. അപ്പം ഇതൊക്കെ ഇട്ട് നമ്മൾ സ്മൂത്തി എടുക്കും. ഒരു ബ്ലൂബെറിയാണ്, കുറച്ച് ബ്ലൂബെറി. മതിക്കും ബെറീസ് ആണ്. നമ്മൾ യൂസ് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് പിടിച്ച് വെക്കണം. നെക്സ്റ്റ് നമുക്കൊരു ബനാന, റോബസ്റ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ബെറീസ് ഇട്ടിട്ടുണ്ട്, ഒരു ബനാന ഇട്ടിട്ടുണ്ട്. പുറത്തൊക്കെ പോവാണ്, ജസ്റ്റ് ഒന്ന് ഫ്രഷ് എയർ കൊള്ളാനായിട്ട്. അതുകൊണ്ടൊന്നും അല്ല, അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. ഈ എല്ലാ വർഷത്തിലേ ഇതുപോലൊരു ഡേ എന്ന് പറയുന്നത് വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. അതായത് സണ്ണും ഉണ്ടാവും, സെയിം ടൈമിൽ സ്നോഫോളും കൂടെ വരുമ്പോഴേക്കും ഭയങ്കര ബ്യൂട്ടി അത്. ഫിൻലാൻഡിലെ പ്രശസ്ത വളർന്നു വരുന്ന ഒരു ബ്ലോഗറാണ്. എല്ലാവരുടെയും ഷൈന ഇന്നൂസ്. വാവ്. അത് കിട്ടും, നല്ലോണം കിട്ടും. അതേപോലെ എനിക്ക് കട്ടിയുണ്ട് ഞാൻ ഫിൻലാൻഡിൽ വന്നിട്ട് 6-7 months ആവുന്നു. പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല. സ്നോഫോൾ നല്ല രസമുണ്ട് കാണാൻ. It's amazing, right? ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആവും.
ലൈഫ് ഈസ് Beautiful. എന്നല്ലേ? അപ്പൊ നമ്മളെ തേടി ബ്യൂട്ടിഫുൾ Life is beautiful with beautiful people. Yeah. അവതരിപ്പിക്കുന്നത് നജീബ് ബ്ലോഗ് ഏറ്റെടുത്തിരിക്കുകയാണ്. Ready, 1, 2, 3, start. ചാടിക്കോ. അയ്യ, നന്ദു. പൊളി. Where is your sister? പോയാ പെട്ടെന്ന് കേറ്. അവൾ അവിടെ പോയി കാത്തിരിക്കുന്നതായിരിക്കും. ആദ്യം വഴിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണത്തിനെ പിറക്കി ഇനി ഒരെണ്ണം കൂടി എവിടെയെങ്കിലും പറക്കാം. ആദ്യക്കോട്ടാ നമുക്ക് ആളുടെ ക്രൂ ക്രോസ് ചെയ്യാം. ഗ്രീൻ ലൈറ്റ് അറിയാം. ഇവരുടെ മന്ത്ലി ഇവർക്ക് ഡെന്റൽ ചെക്കപ്പ് കാണും. ഡേറ്റ് അവൈലബിൾ അനുസരിച്ചിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് കിട്ടും. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മളൊരു കുട്ടിയെ സ്കൂളിലാക്കുമ്പോൾ തന്നെ അവർക്ക് അത് കിട്ടുന്നതാണ്. അതിക്ക് അവരുടെ ടീപ്സ് എല്ലാം ഓക്കെ ആവുന്നവരെ അവർക്ക് ഇങ്ങനെ ഡേറ്റ് കിട്ടും. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് യൂഷ്വൽ ചെക്കപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഗ്രീക്ക് യോഗോട്ടൊക്കെ ഇട്ടിട്ടൊരു പ്രോട്ടീൻ 18 അവക്കാഡോ വേണം, എഗ്ഗ് വേണം, ഗ്രീക്ക് യോഗോട്ട് വേണം, പിന്നെ കുറച്ച് ഓണിയൻ ഇടും, ദെൻ ഗാർലിക്. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഗ്രീക്ക് യോഗോട്ടാണ്. ടർക്കിഷ് യോഗോട്ട് ആഡ് ചെയ്യും അല്ലേ? ഗ്രീക്കാണ് കുറച്ചുകൂടെ പ്രോട്ടീൻ ഉള്ളത്. ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിടണം. കുറച്ച് ബട്ടർ എടുക്കുക. ബട്ടർ മെൽറ്റ് ചെയ്തിടുവാണ്. നമ്മൾ ഗാർലിക് ഒന്ന് ഫ്രൈ ചെയ്തിടാനായിട്ട്. ഗാർലിക് കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്തിടുന്നത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ ബട്ടറോട് കൂടി തന്നെ നമ്മൾ അതിൽ ഒഴിക്കും. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടാം. നാടൻ മുട്ട കൊണ്ട് പൊളിക്കാൻ കുറച്ച് പാടായിരുന്നു. മുട്ട ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഫ്രൈഡ് ഗാർലിക് വിത്ത് ബട്ടർ. ഇതാണ് എഗ് അവക്കാഡോ ടോസ്റ്റ്. ഇത് നമുക്ക് അല്ലാണ്ട് വെറുതെ നമുക്ക് ഇങ്ങനെ കോഴി കഴിക്കാം, അല്ലെങ്കിൽ തൊർത്തിരിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് നമുക്ക് കഴിക്കാം. ഞാനിങ്ങനെ ബ്രെഡിൻ്റെ കൂടെയാണ് ഞാൻ യൂഷ്വലി കഴിക്കാറ്. ഇന്നെന്തായിരുന്നു ഫുഡ്? എന്താണ് സ്കൂളില്? സൂപ്പായിരുന്നോ? ആദ്യം സൂപ്പായിരുന്നോ? എന്ത് സൂപ്പായിരുന്നു? സോസേജോ? നാളെ എന്താ സ്പെഷ്യല്? വാലന്റൈൻസ് ഡേയോ? എന്താണെന്ന് അറിയില്ലേ? അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞു? പിന്നെ മുട്ടായി കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്ന് എന്തായിരുന്നു പഠിപ്പിച്ച? എന്തായിരുന്നു? പിന്നെ എന്തൊക്കെ വർക്കായിരുന്നു? ക്രാഫ്റ്റ് ആയിരുന്നോ? അഫ്രിക്കയോ? ഫില്ല് ചെയ്യാനുള്ള മണല അതിൻ്റെ വളവും മറ്റെല്ലാം കൂടെ വരുന്ന പാക്കിങ്. ഇതിൽ നമ്മൾ ചെടി നട്ടു കൊടുത്താൽ മതിയാവും. നമ്മുടെ നാട്ടിലാണെങ്കിൽ നേരെ മണലിലാണല്ലോ മണല് നട്ടിട്ട് വളം പോലുള്ള എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഇപ്പൊ വാങ്ങിയ ചെടിയാണ് ഇത്. ചെറിയ പോട്ടിലാണ്, നല്ല വൈറ്റ് ഫ്ലവർ വരും ഇതില്. ചെറിയ പോട്ടിലാണ് ഇരുന്നത് അല്ലേ? അപ്പൊ നമ്മളത് വലിയൊരു പോട്ടിലോട്ട് മാറ്റണം. എന്തൊക്കെയാണ് ഇപ്പോ ചെറിയ ചെറിയ ഹാബിറ്റ്സ് ഒക്കെ? ആക്ച്വലി വീട്ടിനകത്തൊരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വരുന്നത് രസമല്ലേ? അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ നാട്ടിലെ പച്ചപ്പൊക്കെ മിസ് ചെയ്യുമ്പോഴേക്കും കുറച്ചേരം ഇതിലോട്ട് നോക്കിയിരിക്കാം നമുക്ക്. നമ്മുടെ ബിരിയാണിയിൽ ഇടാനുള്ള സവാള ജസ്റ്റ് ഫ്രൈ ചെയ്തിടാൻ വേണ്ടിയിട്ട് എയർ ഫ്രയറിൽ വെക്കുകയാണ്. പക്ഷെ ഹെൽത്തി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അതാകുമ്പോഴേക്കും ഓയിൽ ഇടണ്ടല്ലോ. പുതിനയിലെ മല്ലിയിലെ വാങ്ങാൻ മറന്നുപോയി. അതെപ്പോഴും ഷൈനയുടെ സ്ഥിരം പരിപാടിയാണ്. ചില ഫുഡുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ അയ്യോ ആ സാധനം ഇല്ലല്ലോ ഈ സാധനം ഇല്ലല്ലോ എന്ന് പറയാറ്. ഇതിലില്ല, അപ്പൊ നമുക്ക് ഉള്ളത് വെച്ച് ഓണം പോലെ. ബിരിയാണി അങ്ങനെ ഉണ്ടാകും ബിരിയാണി.
ആദി ബിരിയാണി കിട്ടിയപ്പോ ക്യാമറയിലൊന്നും നോക്കുന്നില്ല. എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ ബിരിയാണി അതെന്താ? അതെങ്ങനെ അതിന്റെ അടിയിൽ പേപ്പർ വെച്ചിരിക്കുന്നു, അത് ഒട്ടിച്ചിട്ട് ചോറിൽ കൂടെ ഇട്ട് മാറ്റിക്കളയത്? മാറ്റും. ചൈനയിലെ ബിരിയാണി ഉണ്ട്, എങ്ങനെയുണ്ട്? കഴിക്കാൻ പോണത്. ലാംഗ്വേജ് ക്ലാസ്സിന് പോവാണ് നമ്മള്. അവിടെ ചെന്നിട്ട് അപ്പൊ നമ്മള് സംസാരിക്കാനായിട്ട് ട്രെയിൻ ചെയ്യുന്ന കുറച്ച് ക്ലാസ് ലാംഗ്വേജ് കഫേ പോലെ ക്ലാസ് അല്ല, നമ്മളങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമ്മള് കുറച്ച് ഫിനിഷ് ഫ്ലുവൻ്റ് ആവും. അതെ, കുറച്ച് വൊക്കാബുലറീസ് ഒക്കെ അവർ പറഞ്ഞുതരും. ഇടയ്ക്ക് അവർ ഇംഗ്ലീഷിൽ നമുക്ക് ഡൗട്ടുള്ളതൊക്കെ പറഞ്ഞുതരും. പിന്നെ ഒരു 72 years ഉള്ള ഒരു അമ്മച്ചിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ സിറ്റി സെന്ററിലാണ് ഇപ്പൊ എത്തിയത്. രാവിലെ കുറെ എടുത്തേക്കാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇരുട്ടായി. സമയം 6 മണിയായിട്ടേ ഉള്ളൂ. ഇറങ്ങിയൊക്കെ എടുക്കും. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ലേറ്റായി. അങ്ങനെ നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിംഗ് മാളിൽ വന്നതാ. നാളെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട്. നാളെയാണോ വാലന്റൈൻസ് ഡേ? ഇവിടെയൊക്കെ വാലന്റൈൻസ് ഡേയുടെ ഡെക്കറേഷൻ. ഇവിടെ സിറ്റി സെൻറ്ററിൽ വാലന്റൈൻസ് ഡേ ഡെക്കറേഷൻസ് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് വന്നതാണ്, നോർമല്ല. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഇവിടെ റെഡ് ടീമിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഉസ്തവൻ പൈവ എന്നാണ് ഫിനിഷിൽ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വാലന്റൈന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ജെല്ലി സോപ്പ്. ജന്നയ്ക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നോക്കാൻ വേണ്ടി ഞാനും ജൂഷനും കൂടെ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം കയറിയ ഷോപ്പിൽ നമുക്ക് കിട്ടിയില്ല. ഇവിടെ വാലന്റൈൻസ് ഡേക്ക് പറ്റിയുള്ള ഗിഫ്റ്റ്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കതൊക്കെ കണ്ടാൽ എല്ലാം എടുക്കാൻ തോന്നും. അതാ പ്രശ്നം. നമുക്ക് സ്കിപ്പ് ചെയ്യാം. വാവ്, നൈസ് ബാഗ്. ഡയറി എഴുതുന്നവർക്കൊക്കെ പറ്റിയ ഡയറി കളക്ഷൻസ് ആണ്. നൈസ്. അതിന് കണ്ടു കിട്ടിയ ഐറ്റംസ് നല്ല രസമുണ്ട്. മഗ് കളക്ഷൻസ്. എന്ത് ക്യൂട്ടായത് കാണാനായിട്ട്. ചിക്സ് ഈസ്റ്റർ വരുമല്ലേ, അതിൻ്റെ ചിക്സ് അല്ലേ, എഗ്സ് കള്ളം കാണാനായിട്ട്. ഇവിടെ ഓരോ സീസണും അതിൻ്റേതായിട്ടുള്ള രീതിക്കുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. ആ സീസൺ കഴിയുമ്പോൾ ആ സാധനങ്ങൾ 50% ഓഫറിനിടും. ഈസ്റ്റർ വരുന്നത് കൊണ്ടാണ് അതിനുള്ള ഐറ്റംസ് എല്ലാം. ഉമ്മ എവിടെ പോയി? അതെ, ഉമ്മി ക്ലാസ്സിൽ പോയതുകൊണ്ട് ഷൈന ക്ലാസ്സിൽ പോയി. അപ്പം മക്കളെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. ആ അതെ അതെ. ജന്നെ, ഇപ്പൊ ഇവരെവിടെ കളിക്കാൻ നിർത്തിയിട്ട് നമുക്ക് ഒരു കോഫി കുടിക്കാൻ പോകും. പിള്ളേര് സേഫാണ് കേട്ടോ, പിള്ളേര് കളിക്കുകയാണ് അവിടെ.
ആര് വന്ന ഫ്രീ? ജഹറ വന്നിട്ട് ഐസ്ക്രീം തന്നോ? ഡോണറ്റ് കൊട്ടുമ്പോ തന്നത്. അങ്ങനെ ഷൈനയുടെ വ്ളോഗ് അല്ലേ? ഷൈന എവിടെ പോയിട്ട് വന്നത്? അപ്പം നമ്മളെ ശരിക്കും പറ, എന്താണ് സംഭവിച്ചത് ഇതിനിടയ്ക്ക്? ഒരു 3 മണിക്കൂറിനിടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്നാലും പറയേ, നീ പറഞ്ഞു. അല്ല, വൃത്തിയുള്ള വീഡിയോയിൽ പറ. ലാംഗ്വേജ് ക്ലാസ്സിന് പോയിട്ട് വരും. അപ്പൊ മക്കളെയൊക്കെ ആരെ ഏൽപ്പിച്ചിട്ടാ പോയത്? ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് പോയി. ഭർത്താവിനെ വഴിയിൽ വെച്ച് കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ്സിന് പോയിട്ട് വരുമായിരുന്നു, ഇവിടെ ഒരു ലാംഗ്വേജ് ക്ലാസ്സിന്. അപ്പോൾ ഫിനിഷ് ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് പോകും. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? എങ്ങനെയുണ്ടായിരുന്നു? സമയം ഒരു 7 മണിയൊക്കെ ആയി. നമ്മളപ്പോ സൗനയ്ക്ക് പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്താ സൗന? സൗന ഫിൻലാൻഡിൽ ട്രഡീഷണൽ ബാത്താണ്. ആഫ്രിക്ക എന്താ അറിയാം സൗന? നമ്മളിവിടെ ഇരുന്ന വേർക്കൂല, പക്ഷെ സൗന പോയാൽ നമ്മൾ വേർക്കും. നമ്മൾ വേർക്കുമ്പോ നമ്മുടെ ബോഡിയിലെ സ്വെറ്റ് ഒക്കെ ഇളക്ക് സൗന വെളുക്കും. മെൽറ്റ് ചെയ്ത് സ്നേഹം കൊണ്ട് സൗനയിൽ വന്നത് അലിഞ്ഞു പോകുമെന്ന് അറിയാനായിട്ട്. ഇവിടെ ഒരു കോമൺ വാഷ്റൂം കാണും. ഇവിടെ നമുക്ക് നിന്ന് ഇവിടെ നിന്ന് തല നനച്ചിട്ട് വേണം നമ്മൾ ഈ സൗന റൂമിൽ എൻ്റർ ചെയ്യാനായിട്ട്. ഇവിടെ നല്ല ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഹീറ്റായിട്ട് കിടപ്പുണ്ട് ഇതിനകം. അത് നമുക്ക് ഹീറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ കല്ലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കല്ലിൽ നിന്നുള്ള ചൂടാണ് ഈ റൂമിനകത്ത് ഹീറ്റ് ആക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ കയറി ഇരിക്കും. നല്ല സ്റ്റീം ബാത്താണോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ആദ്യം അഫ്രീൻ. അഫ്രിയുടെ ചീക്സ് നോക്കട്ടെ, പിങ്ക് കളർ ആയിട്ടുണ്ടല്ലോ സൗന ചെയ്ത്. കഴിഞ്ഞ് വന്ന് ആദ്യം അഫ്രീൻ കാണുന്നോ? തല മാത്രം കാണാം. നല്ല ടയർഡായിട്ട് കൊണ്ട് രണ്ടുപേരും. എങ്ങനെയുണ്ട് ആദ്യം പക്ഷേ ടയർഡാണല്ലേ? രണ്ടുപേരും ടയർഡായിട്ട് ഇരിക്കും. ഇനി എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിയാൽ മതി. എനിക്ക് പാസ്ത മതി. പാസ്ത നാളെ ഉണ്ടാക്കാം. അപ്പഴേക്ക് ഹോട്ട്സ്പോട്ട്, ആദ്യക്ക് പാസ്ത. അപ്പം ആക്കി ഹോട്ട്സ്പോട്ട് ഉണ്ടാക്കട്ടെ, കുറച്ചുകൂടെ നല്ലത് ഹോട്ട്സ്പോട്ട് അല്ലേ. അങ്ങനെ നമ്മള് ക്യാരറ്റ് ഓട്സ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നമുക്ക് എത്ര ആവശ്യത്തിനുള്ള ഓട്സ് എടുക്കാം അനുസരിച്ച് കുറച്ച് എടുക്കാം. ഓരോ പ്രാവശ്യം ആഡ് ചെയ്യുക, അതിനനുസരിച്ച് ക്യാരറ്റ് ആഡ് ചെയ്യുക. ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈസി ആയിട്ട്. സോൾട്ടും കൂടെ ആഡ് ചെയ്യണം. വെള്ളമൊന്നും ആഡ് ചെയ്യത്തില്ല, കാരണം നമ്മുടെ ക്യാരറ്റിൽ നിന്നും നല്ല വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫില്ല് ചെയ്ത് കൊടുക്കും, നോർമൽ പുട്ട് വയ്ക്കുന്ന പോലെ. അപ്പോൾ നമ്മുടെ കുക്കറിൽ ആവി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് വയ്ക്കാം. നമുക്ക് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. കണ്ടോ, സോഫ്റ്റ് പുട്ടാണ്. ബീട്രൂട്ടും കൂടെ ആഡ് ചെയ്യാൻ വിചാരിച്ചു, പല പല കളറില്. ചൈനയുടെ എല്ലാ കളർഫുൾ പുട്ടുകളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.